അമേരിക്ക ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയച്ചതിന് പിന്നാലെ റഷ്യയുടെ നിലപാട് കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോളണ്ടിന് മുകളിലും ഒപ്പം തന്നെ റൊമേനിയയുടെ മുകളിലുമൊക്കെ ഡ്രോൺ പറത്തിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മറ്റൊരു നാറ്റോ രാജ്യത്തിന് മുകളിൽ റഷ്യ ഫൈറ്റർ ജെറ്റുകൾ തന്നെ പറത്തിയിരിക്കുന്നു. റഷ്യയുടെ MiG-31 ആണ് പറത്തിയിരിക്കുന്നത്. റഷ്യ വ്യോമാതിർത്തി മനഃപൂർവ്വം ലംഘിച്ച് വെല്ലുവിളിക്കുകയാണ് എന്ന് നാറ്റോ രാജ്യമായ എസ്റ്റോണിക്ക പറയുന്നു. എസ്റ്റോണിക്കയുടെ മുകളിലൂടെയാണ് 3 ഫൈറ്റർ ജെറ്റുകൾ പറന്നത്. 12 മിനിറ്റോളം അത് ആകാശത്ത് വട്ടമിട്ട് പറന്നു. നാറ്റോ സഖ്യം ഈ ഫൈറ്റർ ജെറ്റുകളെ തുരത്തി ഓടിച്ചതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ട്. എന്നാൽ ഇത് റഷ്യ നിഷേധിച്ചിട്ടുണ്ട്. റഷ്യ പറയുന്നത് ഇത് നിഷ്പക്ഷമായ ഒരു ജലപാതയുടെ മുകളിലൂടെയാണ് തങ്ങൾ പറന്നത്, അതല്ലാതെ അതിർത്തി ലംഘിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ആർട്ടിക്കിൾ 4 പ്രകാരം കൂടിയാലോചനകൾ വേണം എന്ന്, അതായത് ആർട്ടിക്കിൾ 5 ആണ് യുദ്ധത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ. അതിൽ ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തെ സംബന്ധിച്ച് അവരുടെ അവസാനവട്ട കൂടിക്കാഴ്ചയാണ്. അത് എത്രയും പെട്ടെന്ന് വേണം എന്ന് വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സംയുക്ത സൈനികാഭ്യാസം നടന്നു. സപ്പാട്ട് 225 എന്നാണ് അതിൻ്റെ പേരിട്ടിരുന്നത്. ബെലാറസും ഇന്ത്യയും ചൈനയും അടക്കം വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു വലിയ സൈനിക അഭ്യാസമായിരുന്നു. അതിൽ ഈ ആണവ മിസൈലുകൾ വിക്ഷേപിക്കുന്ന ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പരിശീലനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പരിശീലനത്തിന് 3 ദിവസത്തിന് ശേഷം, ആ പരിശീലനം സമാപിച്ചു, അതിന് 3 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു യൂറോപ്യൻ നാറ്റോ രാജ്യത്തിന് മുകളിലൂടെ ഈ ഫൈറ്റർ ജെറ്റുകൾ പറന്നിരിക്കുന്നത്. നമുക്കറിയാം 2021 ഇതുപോലുള്ള ഒരു സപ്പാട്ട് നടന്നിരുന്നു. അന്നത്തെ വ്യോമാഭ്യാസത്തിന് ശേഷം, ഇല്ലെങ്കിൽ സംയുക്ത സൈനികാഭ്യാസത്തിന് ശേഷമാണ് ഉക്രൈനെ റഷ്യ ആക്രമിച്ചത്. അതിന് സമാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ ആ മേഖലയിൽ നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.